ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഇന്ന് സ്ട്രോബെറി ഫുൾ മൂൺ ആണ്. ഇന്ന് നിങ്ങൾ നൈറ്റ് ചെയ്യേണ്ടുന്ന ഒരു റിച്വലാണ്. ഇപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരാണ് ട്വിൻ ഫ്ലെയിംസ്. അപ്പോൾ നിങ്ങൾക്കിത് വളരെയധികം ഹെൽപ്ഫുള്ളാകും. ഓക്കെ, അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് അല്ലാത്തവർക്കും ചെയ്യാം. ഇത് ട്വിൻ ഫ്ലെയിംസിനുള്ള ചാനൽ ആയതുകൊണ്ട് അതെടുത്ത് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പുക കൊടുക്കാനായിട്ട് ഒരു സാമ്പ്രാണി തിരിയോ സാമ്പ്രാണി കട്ടയോ കുന്തിരിക്കമോ വേണം. രണ്ടാമതായിട്ട് ദീപം തെളിയിക്കാനായിട്ട് ഒരു നിലവിളക്ക്, അതല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ. മൂന്നാമതായിട്ട് ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം. 4, 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9, അതല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റ സംഖ്യ എണ്ണം പെറ്റൽസ് വരുന്ന, ഇതളുകൾ വരുന്ന ഒരു പൂവ്, ഏതെങ്കിലും ഒരു പൂവ്. നിങ്ങളുടെ കയ്യിൽ മൂൺ സ്റ്റോൺ ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ അത് അരികിലെടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കുറച്ച് അഫർമേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നമുക്ക് നമ്മുടെ കരിയർ ഗ്രോത്ത് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ പറയേണ്ടുന്ന അഫർമേഷൻ: എൻ്റെ കരിയറിലുള്ള ഭയവും സ്തംഭനാവസ്ഥയും ഈ മൂൺലൈറ്റിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഐ റിലീസ് ദ ഫിയർ ആൻഡ് സ്റ്റാഗ്നേഷൻ ഇൻ മൈ കരിയർ ഇൻ ദിസ് ഫുൾ മൂൺ ഗൈഡിങ് ലൈറ്റ്. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതിയെടുത്ത് വെച്ചിരിക്കുക കേട്ടോ. അടുത്ത രണ്ടാമതായിട്ട് നിങ്ങൾ ജോലി അന്വേഷിക്കുന്നു, ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറയേണ്ടുന്ന അഫർമേഷൻ: എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥയും അസ്ഥിരതയും ഞാൻ ഈ ഫുൾ മൂൺ ലൈറ്റിൽ റിലീസ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥയും അസ്ഥിരതയും ഞാൻ ഈ ഫുൾ മൂൺ ലൈറ്റിൽ റിലീസ് ചെയ്യുന്നു. ഐ റിലീസ് ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ആൻഡ് ഇൻസ്റ്റെബിലിറ്റീസ് ഇൻ ദിസ് ഫുൾ മൂൺ ലൈറ്റ്. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് കടമുണ്ട്, കടം വീട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള അഫർമേഷൻ: ഈ ഫുൾ മൂൺ ലൈറ്റിൽ എൻ്റെ സാമ്പത്തിക ഭാരവും കടവും ഞാൻ റിലീസ് ചെയ്യുന്നു. ഈ ഫുൾ മൂൺ ലൈറ്റിൽ എൻ്റെ സാമ്പത്തിക ഭാരവും കടവും ഞാൻ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇൻ ദിസ് ഫുൾ മൂൺ ഐ റിലീസ് ഫിനാൻഷ്യൽ ബർഡൻ ആൻഡ് ഡെപ്റ്റ്. അടുത്ത് നിങ്ങൾക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്, അത് പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് പറയേണ്ടുന്ന അഫർമേഷൻ: ക്ഷാമത്തിൻ്റെയും സാമ്പത്തിക പരിമിതികളുടെയും മൈൻഡ് സെറ്റ് ഞാൻ ഈ ഫുൾ മൂണിൽ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ക്ഷാമത്തിൻ്റെയും സാമ്പത്തിക പരിമിതികളുടെയും മൈൻഡ് സെറ്റ് ഞാൻ ഈ ഫുൾ മൂണിൽ റിലീസ് ചെയ്യുന്നു. അണ്ടർ ദിസ് ഫുൾ മൂൺ ഐ റിലീസ് മൈൻഡ് സെറ്റ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് സ്വയമേ ഒരു അഫർമേഷൻ ഉണ്ടാക്കി ആദ്യമേ വെച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് റിച്വൽ ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ ഈ റിച്വൽ ചെയ്യാനുള്ള പ്ലേസ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച ശേഷം ഈ ബൗളിലെ വെള്ളം നമ്മുടെ ഫ്രണ്ടിലായിട്ട് വെക്കുക. ബൗളിലെയും ഗ്ലാസ്സിലെ വെള്ളം നമ്മുടെ ഫ്രണ്ടിലായിട്ട് വെക്കുക. എന്നിട്ട് ഇടത് കയ്യിൽ നമ്മൾ ആ പൂവെടുക്കുക. എന്നിട്ട് ഓരോ ഇതളുകളായിട്ട് ഇറുക്കാൻ പറ്റണം ആ പൂവ്, അങ്ങനത്തെ പൂവായിരിക്കണം. ഓക്കെ, എന്നിട്ട് ഓരോ ഇതളുകളായിട്ട് ഇറുത്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാവൂ, നിങ്ങളെല്ലാം കൂടി ചെയ്യരുത്. ഇതിപ്പോൾ എല്ലാം ഫിനാൻഷ്യലി റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്താണോ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അതിലൊന്ന് മാത്രം ചൂസ് ചെയ്ത് ചെയ്യാം. എല്ലാം കൂടി ചെയ്യരുത്, ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് ഈ ഒരു ഇതളിങ്ങനെ ഇറുത്തെടുത്ത് ആ ഒരു അഫർമേഷൻ പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് ഇടുക. ഇപ്പോൾ ഇങ്ങനെ ഇതിൽ ഞാൻ ഇറുത്തെടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ പറയേണ്ടത്: ഞാൻ ഈ ഫുൾ മൂണിൽ എൻ്റെ കരിയറിലുള്ള ഭയവും സ്തംഭനാവസ്ഥയും റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അർച്ചന കഴിപ്പിക്കുമ്പോഴില്ലേ അതുപോലെ പൂവ് ഈ വെള്ളത്തിലേക്ക് ഇടുക. അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ ഇതൾ എടുക്കുമ്പോഴും ഓരോ പ്രാവശ്യവും അഫർമേഷൻ പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിലേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് ഈ ഇതളുകളിട്ട ബൗള് അവിടെ തന്നെ, അല്ലെങ്കിൽ ഗ്ലാസ് അവിടെ തന്നെ, ആ ഫുൾ മൂൺ ലൈറ്റിൽ തന്നെ നമ്മളവിടെ വെച്ചിരിക്കുക, എടുക്കരുത്. അതിനുശേഷം നമുക്ക് ത്രാട ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ദീപം തെളിയിക്കുക. ദീപം അല്ലെങ്കിൽ ആ ക്യാൻഡിൽ തെളിയിച്ച ശേഷം ആ ദീപത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ദീപത്തിൻ്റെ പ്രകാശം നോക്കിയ ശേഷം കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ആ ദീപത്തിൻ്റെ പ്രകാശം നമ്മുടെ തേർഡ് ഐയിലേക്ക് നമ്മൾ ഇമാജിൻ ചെയ്യുക. അതിനുശേഷം വീണ്ടും അപ്പോൾ നമുക്ക് നല്ലൊരു പീസ്ഫുൾ ഹാപ്പി ഫീലിംഗ് ഉണ്ടാവും. അതിനുശേഷം കണ്ണുകൾ നന്നായി അടയ്ക്കുക. അടച്ച ശേഷം കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുമല്ലേ, എന്നിട്ട് വീണ്ടും കണ്ണ് തുറന്നിട്ട് വീണ്ടും ആ ദീപത്തിലേക്ക് നോക്കുക. എന്നിട്ട് ആ ഒരു പ്രകാശം വീണ്ടും തേർഡ് ഐയിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ ഇമേജ് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും
കണ്ണുകൾ തുറക്കുക, വീണ്ടും ദീപം കാണുക. അങ്ങനെ ഒരു 10 മിനിറ്റ് സമയം നമ്മളിങ്ങനെ തന്നെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇത് ആ ഒരു ബൗളും നമ്മൾ ചെയ്ത അത് ആ പെറ്റൽസും വെള്ളവും എല്ലാം ബൗളിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ത്രാടക്രിയ ചെയ്ത ശേഷം വീട്ടിനകത്തേക്ക് കയറി വരിക. കയറി വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ജോഷായിട്ടുള്ളൊരു സോങ്, നിങ്ങൾ ഏത് പാട്ട് കേൾക്കുമ്പോഴാണോ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് തുള്ളിച്ചാടി കളിക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ളൊരു സോങ് പ്ലേ ചെയ്യുക. നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള സ്റ്റാഗ്നൻ്റായിട്ട് കിടന്നിട്ടുള്ള കെട്ടിക്കിടന്നിട്ടുള്ള നെഗറ്റീവ് എനർജീസ് ഫുള്ളും പോകുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് കളിക്കുക. നിങ്ങൾക്ക് ആരുടെയും മുന്നിൽ വെച്ച് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റൂം പൂട്ടിയിട്ടിട്ടാണെങ്കിലും നന്നായിട്ട് കളിക്കുക. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് വരയ്ക്കാനോ നിങ്ങൾക്ക് അങ്ങനെ ചായം കൊടുക്കാനോ എന്തെങ്കിലും, അതായത് പെയിൻറ്റിങ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്ത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി പുറത്തേക്ക് കളയുക. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ കൈ വാഷ് ചെയ്യുക. അല്ല ഇതിന് ശേഷം കുളിക്കണം എന്നുള്ളവരാണെങ്കിൽ സോൾട്ട് ബാത്ത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്പോൾ നമ്മുടെ റിച്വൽ കഴിഞ്ഞു. ഇതിനി പിറ്റേ ദിവസം രാവിലെ ആ ഒരു ബൗളിലെ വെള്ളവും പെറ്റൽസ് അതെടുത്ത് നമ്മൾ സോയിൽ മണ്ണിൽ കൊണ്ടുവന്ന് കളയുക. ഓക്കെ, നല്ല മഴയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. ഈ മഴ തോരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾ ആ ബൗളിൽ ഉള്ള ആ വെള്ളവും പെറ്റൽസും നിങ്ങൾ പുറത്തേക്ക് കൊണ്ട് കളയുന്ന സമയത്ത് താങ്ക് യു എന്ന് പറയാം. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് കളയാം. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾക്ക് റിച്വൽ ചെയ്യാനായിട്ട് പൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്, ഇപ്പോൾ ഫിനാൻഷ്യൽ ബ്ലോക്കേജ്, കരിയർ ബ്ലോക്കേജ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ആ ഒരു ഹെൽത്ത് പ്രോബ്ലം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ക്രോസ് ചെയ്ത് വരയ്ക്കുക. അതിൻ്റെ മുകളിൽ ക്രോസ് ചെയ്ത് വരച്ച ശേഷം ഒരു മൂൺ ലൈറ്റിൽ കൊണ്ടുപോയി നമ്മൾ നേരത്തെ ക്യാൻഡിൽ വെച്ച് ചെയ്തില്ലേ, അതുപോലെ ഒരു മൂൺ ലൈറ്റിൽ ക്യാൻഡിൽ കത്തിച്ച ശേഷം എന്താ പറയുക, ആ ഒരു ഇതിൽ തീയിൽ ഈ പേപ്പറിനെ ബേൺ ചെയ്ത് കളയാം. നിങ്ങൾക്ക് കേൾക്കാവോ? ബേൺ ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്റ്റൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രിസ്റ്റൽസും നിങ്ങൾക്ക് ഈ ഫുൾ മൂണിൽ എന്ത് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. നിങ്ങളെല്ലാവരും ഈ മഴ തോരത്തില്ല, അതുകൊണ്ടാണ് നിന്നെ ഇടയ്ക്ക് പെട്ടെന്ന് പറഞ്ഞു പോയത്. നിങ്ങൾ എന്തായാലും ഈ റിച്വൽ ചെയ്യുക, നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും, നിങ്ങൾക്ക് എന്ത് ബ്ലോക്കേജാണോ നിൽക്കുന്നത് ആ ബ്ലോക്കേജ് പോയിട്ട് ഫുൾ ഓഫ് പോസിറ്റിവിറ്റീസ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.